കുത്തുവാക്കുകളും പരിഹാസങ്ങളും ആരോപണങ്ങളും പലപ്പോഴും നമുക്ക് കേൾക്കേണ്ടി വരാറുണ്ട്. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങളുടെ പേരിലാണെങ്കിൽ പോലും മറ്റുള്ളവർ കുത്തുവാക്കുകൾ കൊണ്ട് നമ്മെ നോവിക്കുകയും ആരോപണങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ മനുഷ്യർക്ക് വേദനകൾ ഉണ്ടാവാറുണ്ട്. അതേ സന്ദർഭത്തിൽ അവർ തീരെ ചെയ്യാത്ത, അവർ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള ആളുകൾ ആരോപണങ്ങൾ പറയുമ്പോൾ, കുത്തുവാക്കുകൾ പറയുമ്പോൾ, പരിഹസിക്കുമ്പോൾ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ തീർച്ചയായും അത് മനുഷ്യരുടെ മനസ്സുകൾക്ക് വളരെ വലിയ വേദനകൾ ഉണ്ടാക്കുന്നതാണ്. ചിലപ്പോൾ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭാര്യ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ, അവൾ പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ ഭർത്താവ് കുറ്റപ്പെടുത്തിയേക്കാം. നേരെ തിരിച്ചു ഭർത്താവ് ചെയ്യാത്തൊരു കാര്യം അതിൻ്റെ പേരിൽ ഭാര്യ കുറ്റപ്പെടുത്തിയേക്കാം. മക്കൾ ചെയ്യാത്ത കാര്യം മാതാപിതാക്കൾ ആരോപിച്ചേക്കാം. മാതാപിതാക്കളുടെ പേരിൽ മക്കൾ ആരോപണങ്ങൾ പറഞ്ഞേക്കാം. അയൽവാസികൾക്കിടയിൽ, കൂട്ടുകാർക്കിടയിൽ, അതേപോലെ തന്നെ പ്രസ്ഥാനങ്ങൾക്കിടയിൽ, പ്രസ്ഥാനങ്ങൾ ആശയപരമായ, ആദർശപരമായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ അതിൻ്റെ പേരിൽ ഇല്ലാത്തത് പറയുക, ഇല്ലാത്തത് പ്രചരിപ്പിക്കുക, പരിഹസിക്കുക, കുത്തുവാക്കുകൾ പറയുക, അപ്പോഴൊക്കെ അത് മറ്റുള്ള ആളുകൾക്ക് വേദനകൾ ഉണ്ടാക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ വേദനകൾക്കും അൽഹംദുലില്ലാ അള്ളാഹു മരുന്ന് ഇറക്കിയിട്ടുണ്ട്. നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ നാം ധാരാളമായി കേട്ടിട്ടുണ്ട്, അള്ളാഹു ഏതെല്ലാം രോഗങ്ങൾ ഇറക്കിയിട്ടുണ്ടോ അതിനൊക്കെ മരുന്നുണ്ട്, ഏതെല്ലാം വേദനകളുണ്ടോ അതിനെല്ലാം മരുന്നുണ്ട്. എങ്കിൽ കുത്തുവാക്കുകൾ കൊണ്ടും ആരോപണങ്ങൾ കൊണ്ടും പരിഹാസങ്ങൾ കൊണ്ടും നമ്മുടെ ഹൃദയത്തിന് വേദനയുണ്ടാകുമ്പോൾ എന്ത് മരുന്നാണ് നമ്മുടെ റബ്ബ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേൾക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തിത്വമാണ്. അതേ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, ഏറ്റവും മഹനീയമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആർക്കും പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം പ്രവാചകൻ ചെയ്തിട്ടില്ല. എന്നാൽ തൗഹീദിലേക്ക്, ഇസ്ലാമിലേക്ക്, നന്മയിലേക്ക് പ്രവാചകൻ ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. തിന്മയെ തൊട്ട്, ശിർക്കിനെ തൊട്ട്, ബിദഅത്തുകളെ തൊട്ട്, മറ്റു അന്ധകാരങ്ങളെ തൊട്ട് അള്ളാഹുവിൻ്റെ റസൂൽ വിലക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകനെതിരിൽ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ആരോപണങ്ങളും കുത്തുവാക്കുകളും ശത്രുക്കൾ നിരന്തരം അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു. പ്രവാചകൻ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളാണ്, പ്രവാചകൻ കളവ് പറയുകയാണ്, പ്രവാചകൻ സാഹിറാണ്, സിഹർ ചെയ്യുന്ന മാരണക്കാരനാണ്, പ്രവാചകൻ ജ്യോത്സ്യനാണ്, പ്രവാചകൻ കവിയാണ്, അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ആരോപണങ്ങൾ, അദ്ദേഹത്തിന് ഭ്രാന്തുണ്ട്, പിശാചുബാധയുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ. അത്തരം ആരോപണങ്ങൾ കേട്ടപ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന് കടുത്ത വേദനയുണ്ടായിട്ടുണ്ട്, സങ്കടമുണ്ടായിട്ടുണ്ട്. കാരണം അവർ ആരോപിച്ച ആരോപണങ്ങളൊന്നും പ്രവാചകൻ്റെ വിഷയത്തിൽ ശരിയല്ല, അവർ തെറ്റായ ആരോപണമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്ത വേദന പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട്. അത്തരം സന്ദർഭത്തിൽ എന്ത് മരുന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തത്? അതേ മരുന്നാണ് എക്കാലഘട്ടത്തിലെയും വിശ്വാസികൾക്ക് അത്തരം സാഹചര്യങ്ങളിൽ മനസ്സ് വേദനിക്കുമ്പോൾ അവർക്ക് ഉപയോഗിക്കാനുള്ളത്. നമുക്ക് പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 97 മുതൽ 99 വരെയുള്ള വചനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നു, വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലുൻ. നബിയെ നമുക്കറിയാം, അന്നക യദീഖു സദ്റുക ബിമാ യഖൂലുൻ, അവർ പറയുന്ന വിഷയത്തിൽ താങ്കളുടെ ഹൃദയത്തിന് വലിയ ഞെരുക്കമുണ്ടാകുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, പ്രയാസമുണ്ടാകുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് നേരത്തെ പറഞ്ഞ ആരോപണങ്ങളാണ്. അത് നബിയുടെ ഹൃദയത്തിന് ഞെരുക്കമുണ്ടാക്കി, പ്രവാചകന് വേദനയുണ്ടാക്കി. ഇനി അതിനുള്ള മരുന്ന് എന്താണ്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, താങ്കളുടെ രക്ഷിതാവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക, ആ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള ഏത് വാക്കുകളുമാകാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് വേറെ വേറെ തന്നെ പറയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്നിങ്ങനെ തസ്ബീഹും തഹ്മീദുമുള്ള വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. അതേപോലെ തന്നെ വകും മിനസ് സാജിദീൻ, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ ധാരാളമായി നമസ്കരിക്കുകയും ചെയ്യുക. അപ്പോൾ നമസ്കാരത്തിലൂടെ ദിക്റുകളിലൂടെ സമാധാനം നേടിയെടുക്കുവാനും വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ വരുന്നതുവരെ അഥവാ മരണം വന്നെത്തുന്നതുവരെ താങ്കൾ അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ മുഴുകുകയും ചെയ്യുക. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് തുടങ്ങുന്ന ഏത് തസ്ബീഹിൻ്റെയും തഹ്മീദിൻ്റെയും അദ്കാറുകൾ വർദ്ധിപ്പിക്കുക. നമസ്കാരം ധാരാളമായി വർദ്ധിപ്പിക്കുക. മറ്റു ഇബാദത്തുകളും ധാരാളമായി വർദ്ധിപ്പിക്കുക. ഇബാദത്തിൽ കുറവ് വരരുത്, ദിക്റുകളിൽ കുറവ് വരുത്തരുത്, സുജൂദിൽ അഥവാ നമസ്കാരത്തിൽ, സുന്നത്തായ നമസ്കാരത്തിൽ കുറവ് വരുത്തരുത്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമുണ്ടാകും. മനസ്സിന് വിശാലത ലഭിക്കുന്നതാണ്, ആശ്വാസം ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ ഒന്നും തന്നെ അയാളെ ഉപദ്രവിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരമായിരുന്നു. ധാരാളം ദിക്റുകൾ പ്രവാചകൻ ചൊല്ലാറുണ്ടായിരുന്നു. പ്രവാചകൻ എന്തൊരു വിഷമമുണ്ടായാലും ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാറായിരുന്നു പതിവ്. അത് നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ളുഹാ നമസ്കാരം രാവിലെ 4 റക്അത്ത് നമസ്കരിച്ചാൽ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യബ്ന ആദം ലാ തഅജിസ് അൻ 4 റക്അത്തിൻ മിൻ അവ്വലിൻ നഹാരി അക്ഫിക ആഖിറഹു. പകൽ തുടങ്ങുമ്പോൾ തന്നെ 4 റക്അത്ത് ളുഹാ നമസ്കരിച്ചാൽ ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ സംരക്ഷിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉടനെ തന്നെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു എന്ന് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമസ്കാരം വർദ്ധിപ്പിച്ചുകൊണ്ടും ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും സുജൂദുകളും മറ്റു ഇബാദത്തുകളും വർദ്ധിപ്പിച്ചുകൊണ്ടുമാണ് ഈ വിഷമത്തെ മറികടക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത്. സൂറത്തുർ റഅദിലെ 28 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല, നിങ്ങൾ അറിയണം, എല്ലാവരും മനസ്സിലാക്കണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കൊണ്ടാണ്, ദിക്റുകൾ കൊണ്ടാണ് ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്നത്. അപ്പോൾ മനസ്സിന് സമാധാനം കിട്ടാൻ ദിക്റുകൾ വർദ്ധിപ്പിക്കണമെന്നാണ് ഈ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യമാണ് അങ്ങേയറ്റത്തെ ക്ഷമ. ആളുകൾ ഇതേപോലെ പരിഹസിക്കുമ്പോൾ, കുത്തുവാക്കുകൾ പറയുമ്പോൾ ക്ഷമകേട് കാണിക്കാൻ പാടില്ല. മറിച്ച് ക്ഷമയോടുകൂടി അതിനെ നേരിടണം. ദിക്റുകൾ വർദ്ധിപ്പിക്കുകയും വേണം. സൂറത്തു ത്വാഹയിലെ 130-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറയുന്ന വിഷയത്തിൽ ക്ഷമ അവലംബിക്കുക. അവർ പറയുന്ന വിഷയത്തിൽ ക്ഷമ അവലംബിക്കുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുക. ഏതൊക്കെ സന്ദർഭത്തിൽ? ഖബ്ല തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ചും ഫജ്ർ നമസ്കാരം. വഖബ്ല ഗുറൂബിഹ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും, അത് അസർ നമസ്കാരമാണ്. അപ്പോൾ ഫജ്ർ നമസ്കാരം, അസർ നമസ്കാരമൊക്കെ നിർവഹിക്കുക. മറ്റു തസ്ബീഹുകളും ദിക്റുകളും ആ സന്ദർഭത്തിൽ വർദ്ധിപ്പിക്കുക. വമിൻ ആനാ ഇല്ലൈലി, അതേപോലെ തന്നെ രാത്രിയിലും, രാത്രിയിലെ ഇശാ നമസ്കാരം, അതേപോലെ തന്നെ സാധിക്കുമെങ്കിൽ തഹജ്ജുദ് നമസ്കാരം. ഫസബ്ബിഹ് വ അത്റാഫൻ നഹാർ, പകലിൻ്റെ 2 അറ്റങ്ങളിലും, അഥവാ മഗ്രിബ് നമസ്കാരം, അതേപോലെ തന്നെ ഫജ്ർ നമസ്കാരം, ളുഹർ നമസ്കാരം, ഈ നമസ്കാരങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ ലഅല്ലക തർദ, താങ്കൾ തൃപ്തിപ്പെടും, സന്തോഷമുണ്ടാകും. ഈ ലോകത്തും പരലോകത്തും കൺകുളിർമയുണ്ടാകുന്ന നേട്ടങ്ങൾ അള്ളാഹു നൽകുന്നതാണ്. അപ്പോൾ മറ്റുള്ള ആളുകൾ ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞ്, ആരോപണങ്ങൾ പറഞ്ഞ് മനസ്സിനെ വിഷമിപ്പിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. 5 വക്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണ് വേണ്ടത്. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. സാധിക്കുമെങ്കിൽ തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുക. ഇത്തരം പ്രയാസങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി തരുന്നതാണ്. ഇതേ കാര്യം തന്നെ സൂറത്തു ഖാഫിലെ 39-ലും 40-ലും അല്ലാഹു പറയുന്നുണ്ട്, ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറയുന്ന കാര്യങ്ങളിൽ ക്ഷമ കാണിക്കുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക,
അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. ഖബ്ല തുലൂഇ ശംസി വ ഖബ്ലൽ ഗുറൂബ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പുമുള്ള സന്ദർഭങ്ങളെ തസ്ബീഹിന് വേണ്ടിയും നമസ്കാരത്തിന് വേണ്ടിയും ഉപയോഗപ്പെടുത്തുക. വമിനൽ ലൈലി ഫസബ്ബിഹു, അതേപോലെ തന്നെ രാത്രിയിലും അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യുക, തസ്ബീഹ് ചെയ്യുക, നമസ്കരിക്കുക. വ അദ്ബാറു സുജൂദ്, സുജൂദുകളുടെ അവസാനത്തിലും അഥവാ നമസ്കാരത്തിലെ അവസാനത്തെ തശഹുദിൽ അല്ലെങ്കിൽ സലാം വീട്ടിയതിന് ശേഷമുള്ള ദിക്റുകൾ, അങ്ങനെ അത്തരം സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുസ്സമ്മിലിൽ 8, 9, 10 വചനങ്ങളിൽ മറ്റുള്ള ആളുകളുടെ കുത്തുവാക്കുകളും ആരോപണങ്ങളും വർദ്ധിക്കുമ്പോൾ, പരിഹാസം വർദ്ധിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് സൂറത്തുൽ മുസ്സമ്മിലിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വദ്കുരിസ്മ റബ്ബിക, താങ്കൾ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുക, അള്ളാഹുവിൻ്റെ അസ്മാഉകൾ, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അത് ഓർക്കുക. ആ സിഫാത്തുകൾ മുഖേന അള്ളാഹുവിനോട് ദുആ ചെയ്യുക. റഹ്മാനായ റബ്ബിൻ്റെ മഹത്വം മനസ്സിലാക്കി മനസ്സിന് സമാധാനം ഉണ്ടാക്കിയെടുക്കുക. വതബത്തൽ ഇലൈഹി തബ്തീല, അള്ളാഹുവിലേക്ക് പരിപൂർണമായ മറ്റു ദുനിയാവിൻ്റെ ചിന്തകളും ദുനിയാവിലെ ഇതേപോലെയുള്ള ആളുകളുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും എല്ലാം മറന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടുക, ഇബാദത്തുകൾക്ക് മുന്നിട്ട് ചെല്ലുക. ദിക്റുകൾ കൊണ്ടും ദുആകൾ കൊണ്ടും ഖുർആനിൻ്റെ പാരായണം കൊണ്ടും മറ്റുമൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കുക. അതാണ് വതബത്തൽ ഇലൈഹി തബ്തീല എന്ന് പറഞ്ഞാൽ ഇൻഖതി ഇലല്ലാഹ്, മറ്റു ബന്ധങ്ങൾ മുറിച്ച് അള്ളാഹുവിലേക്ക് ചെല്ലുക, ധാരാളമായി ദിക്റുകൾ ചൊല്ലുക. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി, മശ്രിഖിൻ്റെയും കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും റബ്ബാണ് അള്ളാഹു. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. ഫത്തഖിദ്ഹു വക്കീല, അതുകൊണ്ട് അള്ളാഹുവിനെ ഹാഫിളായി, സംരക്ഷകനായി, ഭരമേൽപ്പിക്കുന്നവനായി, താങ്കളുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവനായി അള്ളാഹുവിനെ കാണുക. അഥവാ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കുക. അവനാകുന്നു സാക്ഷാൽ ആരാധ്യനായ മഅബൂദ്, അവനിൽ ഭരമേൽപ്പിക്കുക. അവൻ കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും രക്ഷിതാവാകുന്നു. എന്നിട്ട് സമാധാനമടയുക. വസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പലതും പറയും, പക്ഷേ ക്ഷമ അവലംബിക്കുക. വഹ്ജുർഹും ഹജ്റൻ ജമീല, ഭംഗിയായി അവരെ വിട്ടേക്കുകയും ചെയ്യുക, അവരെ അവഗണിക്കുക. അങ്ങനെയുള്ള ആളുകൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും എല്ലാം ഉണ്ടാകും. അവർ പറയുന്നതൊക്കെ കേട്ട് മനസ്സ് വിഷമിച്ച് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങാതെ നാം സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ അവഗണിച്ച് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ, ദൗത്യങ്ങളെ അത് വളരെ ഭംഗിയായി നിർവഹിക്കുകയും ഈ പറഞ്ഞ രൂപത്തിൽ ഇബാദത്തുകളും വർദ്ധിപ്പിക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കുക, ക്ഷമ അവലംബിക്കുക, അദ്കാറുകൾ വർദ്ധിപ്പിക്കുക, അതൊക്കെയാണ് നാം ചെയ്യേണ്ടത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ വളരെ ശ്രദ്ധേയമായ ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഫലമ്മ അമറഹുല്ലാഹു ബിസ്സലാത്തി ഖുസൂസൻ, സൂറത്തുൽ മുസ്സമ്മിലിൽ ആദ്യം പറയുന്നത് രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചാണ്. അങ്ങനെയുള്ള രാത്രി നമസ്കാരമടക്കമുള്ള മറ്റു നമസ്കാരങ്ങൾ നിർവഹിക്കുവാനും, അതേപോലെ തന്നെ വബിദ്ദിക്രി ഉമൂമൻ, മൊത്തത്തിൽ ദിക്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമാണ്. അതിനു പുറമെയുള്ള മറ്റ് അദ്കാറുകൾ, ഇതൊക്കെ നബിയോട് ചൊല്ലാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചത്. വദാലിക യഹ്സുലു ലിൽ അബ്ദി മലക്കതൻ ഖവിയ്യതൻ ഫീ തഹമ്മുലിൽ അസ്ഖാൽ വഫിഇലി സഖീലി മിനൽ അഅമാൽ. നമസ്കാരവും ദിക്റുകളുമാണ് അത് ഒരാൾക്ക് ശക്തമായ ഖുവ്വത്ത് നൽകും, കഴിവ് നൽകും. എന്തിനാണ് കഴിവ് നൽകുന്നത്? വലിയ വലിയ ഭാരങ്ങളെ വഹിക്കുവാനും പ്രവർത്തനങ്ങളിൽ ശ്രമകരമായത് ചെയ്യുവാനും. അപ്പോൾ മനസ്സിന് ധൈര്യവും സ്ഥൈര്യവും ലഭിക്കും. കുത്തുവാക്കുകളും ആരോപണങ്ങളെയും അവഗണിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് ശക്തിയോടുകൂടി മുന്നേറുവാൻ അത് സഹായിക്കുന്നതാണ്. അമറഹു ബിസ്സബ്രി അലാ മാ യഖൂലു ഫീഹിൽ മുആനിദൂന ലഹു വയസുബ്ബൂനഹു വയസുബ്ബൂന മാ ജാഅ ബിഹി. എന്നിട്ട് പറഞ്ഞു, ആ ദിക്റുകളും നമസ്കാരങ്ങൾക്കും പുറമെ ക്ഷമ അവലംബിക്കണം. പലരും പ്രവാചകനെ ചീത്ത പറഞ്ഞു, പ്രവാചകൻ കൊണ്ടുവന്ന ആശയങ്ങളെ ചീത്ത പറഞ്ഞു. അങ്ങനെയുള്ള ആളുകൾ പറയുന്നതിൽ ക്ഷമ അവലംബിക്കുക. വ അൻ യംദി അലാ അംരില്ലാ, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ മുന്നോട്ട് പോവുക. ലാ യസുദ്ദഹു അൻഹു സാദ്ദുൻ വലാ യറുദ്ദഹു റാദ്ദുൻ, ഒന്നും തടസ്സമാകാൻ പാടില്ല, ആരും മുടക്കാൻ പാടില്ല. ആര് മുടക്കം നിന്നാലും ആര് തടസ്സം നിന്നാലും അതൊന്നും ഒരു തടസ്സമാവാൻ പാടില്ല. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ മുന്നേറുക. വ അൻ യഹ്ജുറഹും ഹജ്റൻ ജമീല, അത്തരം ആളുകളെ ഭംഗിയായി അവഗണിക്കുകയും ചെയ്യുക. അപ്പോൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത് ഇബാദത്തുകളും അദ്കാറുകളും മറ്റു കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ, എല്ലാവരോടുമുള്ള ഉത്തരവാദിത്തം, ദഅവാ രംഗത്തെ ഉത്തരവാദിത്തങ്ങൾ,
അതെല്ലാം നിർവഹിച്ചുകൊണ്ട് മുന്നേറുക. ആരോപണം നടത്തുന്ന, പരിഹസിക്കുന്ന ആളുകളുടെ വാക്കുകൾ കേട്ട് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോവേണ്ടതില്ല. അള്ളാഹുവിൽ ബരമേൽപ്പിച്ച്, ക്ഷമ അവലംബിച്ച്, നമസ്കാരം മുറുകെ പിടിച്ച്, അദ്കാറുകൾ വർദ്ധിപ്പിച്ച് നല്ല നിലക്ക് ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ആരോപണങ്ങളും കുത്തുവാക്കുകളുമൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വിഷമമുണ്ടാകുമെന്നത് സത്യമാണ്. പക്ഷേ അതിനെ മറികടക്കുവാനും ഇല്ലാതെയാക്കുവാനുമുള്ള മരുന്നുകളാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. ആ മരുന്നുകൾ ഞാനും നിങ്ങളും ഉപയോഗിക്കുക. തീർച്ചയായും അതിന് ഫലമുണ്ടാകും. കാരണം റഹ്മാനായ റബ്ബ് പറഞ്ഞു തന്ന കാര്യങ്ങളാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന കാര്യങ്ങൾ ആര് മുറുകെ പിടിക്കുന്നുവോ അവർക്ക് ഇഹത്തിലും പരത്തിലും വിജയമുണ്ട് എന്ന് മനസ്സിലാക്കുക.